പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്ന നല്ല സമയം. എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയിൽ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, ദൈവം നമ്മളോട് പറഞ്ഞ പ്രവചന ശബ്ദങ്ങൾ നിശ്ചയമായും നമ്മുടെ മേൽ നിറവേറ്റി തരാൻ ദൈവത്തിന് സാധിക്കും. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 30-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിക്കുവാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വളരെ പരിചിതമേറിയ ഒരു തിരുവചന ഭാഗമാണ് വായിച്ചു കേട്ടത്. മോശ ഇസ്രായേൽ ജനത്തിന്റെ മുൻപാകെ ദൈവം നിർത്തിയിരിക്കുന്ന ഒരു പ്രതിപുരുഷനാണ്. എന്നാൽ അവർ അനുഭവിക്കുവാൻ, അവർ പ്രാപിച്ചെടുക്കുവാനുള്ള വാഗ്ദത്ത ദേശത്തെക്കുറിച്ചുള്ള കേൾവികളും കാഴ്ചകളെയും കുറിച്ച് അറിയുവാൻ ഗോത്രങ്ങളെ എല്ലാം വിളിച്ച് 12 പ്രഭുക്കന്മാരെ കനാൻ ദേശം ഒറ്റുനോക്കുവാൻ വേണ്ടി വിടുന്ന ഒരു കാഴ്ചയാണ് അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. 12 പേരുമായി യാത്ര ചെയ്യുന്ന യോശുവയും കാലേബും ഉൾപ്പെടെ 12 പേർ യാത്ര ചെയ്യുന്ന യാത്രയിൽ അവർ കാണുന്ന കാഴ്ചകൾ, 12 പേരുടെയും കാഴ്ചകൾ വ്യത്യസ്തമായ നിലയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പ്രാരംഭ സമയത്ത് പറഞ്ഞു മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്, നമ്മെ ഭയപ്പെടുത്തുന്നതും നമ്മെ ഭാരപ്പെടുത്തുന്നതും നമ്മെ നിരാശപ്പെടുത്തുന്നതുമായ കാഴ്ചകളും കേൾവികളും കേൾപ്പിക്കാൻ പലതും പിശാച് പ്ലാൻ ചെയ്യുമ്പോൾ, ഒരുക്കുമ്പോൾ, അതിൻ്റെ നടുവിൽ നിയോഗമുള്ളവർ, ദൈവകൃപ പ്രാപിച്ചവർ താളടിയായി പോകാനല്ല, തളർന്നു പോകാനല്ല, മറിച്ച് ദൈവം പറഞ്ഞിട്ടുള്ളതിലേക്ക് എത്തിക്കാനുള്ള സമയമായെന്ന് തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്നും കൂടെ പറഞ്ഞാൽ, യാത്രയിലുടനീളം ദുർഘടങ്ങൾ, വേദനാജനകമായ വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്നെങ്കിൽ ഒറ്റ കാര്യം ഉറപ്പ്: നാം എത്തിപ്പിടിക്കാനുള്ള വാഗ്ദത്തങ്ങളുടെ മൂല്യം അത്രയും വലിയതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പക്കൽ ഏൽപ്പിക്കപ്പെടാനുള്ള വാഗ്ദത്തങ്ങൾ, കേട്ടിട്ടുള്ള പ്രവചന ശബ്ദങ്ങൾ അത്രമേൽ മൂല്യമുള്ളതും വാല്യൂ ഉള്ളതുമാണെന്ന് തിരിച്ചറിയണം. കർത്താവിന്റെ സ്തോത്രം. ഇവിടെ കാലേബ് ജനത്തെ മോശയുടെ മുമ്പിൽ സംസാരിപ്പിക്കാതെ വണ്ണം അമർച്ച ചെയ്യുന്നൊരു കാഴ്ച കാണുന്നു. എന്താ അമർച്ച ചെയ്യുന്നതിന്റെ കാര്യം? അവർ കണ്ട ദേശത്തെക്കുറിച്ചുള്ള, അവർ കണ്ടിട്ടു വന്ന ദേശത്തെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന വാക്കുകളാണ് 12 പേരിൽ 10 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്, ജനത്തിന്റെ മുമ്പിൽ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിരാശ പറയുന്ന, നെഗറ്റീവ് പറയുന്ന വ്യക്തികളെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് വലിയ കാര്യം. പ്രൈസ് ഗോഡ്. നമ്മുടെ വാഗ്ദത്തങ്ങളിലേക്ക് അവർ നമ്മെ എത്തിക്കത്തില്ല. നമ്മുടെ പ്രവചന ശബ്ദങ്ങളിലേക്ക് നമ്മെ അവർ എത്തിക്കത്തില്ല. നാം പ്രാപിക്കാനുള്ള നന്മ നാം പ്രാപിച്ചെടുക്കാതിരിക്കാൻ നമ്മുടെ പുറകെ നെഗറ്റീവുകൾ പറയുന്നവരെ അവോയ്ഡ് ചെയ്ത് കളയണം. പ്രൈസ് ഗോഡ്. ദൈവത്തിന് ഇഷ്ടം. അത് സാധിക്കുമോ? അത് നടക്കുമോ? പിന്നെ എത്ര പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രയോജനം? ഇനിയും പ്രാർത്ഥിച്ചിട്ട് വലിയ ഗുണമൊന്നും ലഭിക്കാൻ പോകുന്നില്ല. ഇത്രയും പാടിയിട്ട് വലിയ പ്രയോജനം ഉണ്ടായില്ലല്ലോ, ഇനി ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുന്നവരെ അപ്പാടെ നമ്മൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. കാരണം അവർ ഒരു വാഗ്ദത്വവും പ്രാപിച്ചെടുക്കാനുള്ളവരല്ല. അവർ വാഗ്ദത്തങ്ങൾക്കെതിരാണ്. അവർ പറഞ്ഞ ദൈവശബ്ദങ്ങൾക്കെതിരാണ്. ഇന്ന് എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ചില വാഗ്ദത്തങ്ങൾ മൂല്യമുള്ളത് കൊണ്ട് ഒട്ടനവധി പ്രതിസന്ധികൾ കണ്ടേക്കാം, ഒട്ടനവധി പ്രതികൂലങ്ങൾ കണ്ടേക്കാം. എന്നാൽ വാഗ്ദത്തത്തെ കൈവിട്ട് കളയാതെ, ദൈവം നൽകിത്തന്ന പ്രവചന ശബ്ദത്തെ കൈവിട്ട് കളയാതെ ഏറ്റവും ശൗര്യത്തോടെ സ്തോത്രം മുൻപോട്ട് പോകാനിടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കാലേബ് അവരെ അമർച്ച ചെയ്യുന്നു എന്ന് പറയുന്നത്. അതിന്റെ അടുത്ത വാദം പറയാ, വിശ്വാസത്തിന്റെ വാക്ക് പറയുന്ന കേൾക്കണമേ, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിക്കുവാൻ നമുക്ക് കഴിയും. പ്രൈസ് ഗോഡ്. നമുക്ക് ജയിക്കാൻ കഴിയത്തില്ല എന്ന് നമ്മുടെ കണ്ണും മുൻപിൽ കാണുന്ന പല കാഴ്ചകളും നമ്മോട് പറയും, ഇതിന്റെ മുൻപിൽ നീ ജയിക്കത്തില്ല കേട്ടോ,
ഈ പ്രതിസന്ധി നിന്നെ തോൽപ്പിക്കും, നീ ജയിക്കത്തില്ല എന്ന് പറയാം. നിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൽ അധികം ആശ്രയിച്ച് അമിത വിശ്വാസത്തിൽ മുൻപോട്ട് പോകുന്ന ചിലരെ നോക്കി ഞാൻ പ്രവചിച്ചു പറയുന്നു, എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും, എത്ര വലിയ പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചാലും, താങ്കളോട് പറഞ്ഞ ദൈവത്തിന്റെ ശബ്ദങ്ങൾ അത് നിറവേറുക തന്നെ ചെയ്യും. താങ്കൾ കൈവശമാക്കാനുള്ളത് അത് താങ്കൾ തന്നെ കൈവശമാക്കുവാനിടയായി തീരും. അതിനെതിരെ പ്രവർത്തിക്കുന്ന പൈശാചിക ഹിഡൻ അജണ്ടകളെ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുവാനിടയായി തീരണം. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. എന്താ കാലേബ് ഇത് പറയാനുള്ള കാരണം? 10 പേര് പറഞ്ഞത്, അതിന്റെ മുൻപിലത്തെയും താഴത്തേക്കുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് 28-ാമത്തെ വാക്യങ്ങൾ, ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളവയുമാകുന്നു. ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെ അവർ കണ്ടു. അപ്പം അവരുടെ ഹൃദയത്തിനകത്ത് വീണ് കിടക്കുന്ന ഒരു ഭയമുണ്ട് അനാക്കിന്റെ പുത്രന്മാരെ കുറിച്ച്. അവർ നമ്മളെ നശിപ്പിക്കും, അവർ നമ്മളെ ഇല്ലായ്മ ചെയ്യും. ഇന്ന് ചില വ്യക്തികളെ, ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, ഇന്നലെ വരെ ചില അനാക്കിന്റെ പുത്രന്മാരെ കണ്ട് നീ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അനാക്കിന്റെ പുത്രന്മാർ ഇന്നലകളിൽ ചെയ്തത് പലതും നിന്നെ വേദനിപ്പിച്ചിട്ടും മുറിവേൽപ്പിച്ചിട്ടുമുണ്ടെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, അതിനെ ഓവർകം ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ കൃപ, അതിനെ മറികടക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് ഈ സമയത്ത് താങ്കളുടെ മേൽ ചലിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കണം. പ്രൈസ് ഗോഡ്. അവർ കണ്ടത് അനാക്കിന്റെ പുത്രന്മാരവിടുണ്ട്. എന്താ അനാക്കിന്റെ പുത്രന്മാരുടെ പ്രത്യേകത? അതാണ് ആ 32-ാമത്തെ വാക്യത്തിൽ, തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞു, ഞങ്ങൾ സഞ്ചരിച്ചു ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശം എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്നാൽ മതി, നമുക്ക് വലിയ കാര്യങ്ങളൊന്നും നേടിയെടുക്കണ്ട, വലിയ വാക്തത്വങ്ങളൊന്നും വേണ്ട. വാക്തത്വങ്ങൾ പിടിക്കാൻ പോയാൽ നമ്മളെ തിന്നുകളയുന്ന ദേശമാണ്. അനാക്കിന്റെ പുത്രന്മാരോടുണ്ട്, അവർ നമ്മെ നശിപ്പിച്ച് കളയും, അവർ നമ്മെ ഇല്ലായ്മ ചെയ്തു കളയും, അതുകൊണ്ട് നമുക്ക് വേണ്ട എന്ന് ദുർവർത്തമാനം നിമിത്തം നിരുത്സാഹപ്പെടുത്തുമ്പോൾ ദേ യോശുവയും കാലേബും പറയുന്നു, നാം ആ ദേശം ജയിക്കും, നാം ആ ദേശത്ത് കൈവശമാക്കുവാനിടയായി തീരും, ആ ദേശത്തെ പിടിച്ചടക്കി ദൈവം പറഞ്ഞ വാക്തത്വത്തിൽ കാൽ ചവിട്ടുവാനിടയായി തീരും. ഹല്ലേലൂയ. നിരാശ പറയുന്നവർ വാക്തത്വത്തിൽ എത്തത്തില്ല പ്രിയപ്പെട്ടവരെ. ബൈബിൾ നമ്മൾ പഠിപ്പിക്കുന്നു, ആ ഭൂമി കൈവശമാക്കിയത് യോശുവയും കാലേബുമാണ്. അങ്ങനെയെങ്കിൽ ചില നെഗറ്റീവുകളെ പുറത്താക്കിക്കൂടെ? ഇന്നലെ വരെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മൈൻഡിൽ നമ്മളോട് പറഞ്ഞ ചില നെഗറ്റീവ് സ്വഭാവങ്ങളെ, ചില നെഗറ്റീവ് സംസാരങ്ങളെ, ചില നിരാശപ്പെടുത്തുന്ന വാക്കുകളെ അപ്പാടെ അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ, ചില വാക്തത്വത്തിൽ ചവിട്ടാൻ, ചില വാക്തത്വങ്ങൾ പ്രാപിച്ചെടുക്കാൻ ദൈവത്തിന്റെ കരുത്ത് നമ്മളോട് കൂടെ ചലിക്കും. യോശുവ പറയുന്നു, നാം ആ ദേശം കൈവശമാക്കും, നമുക്ക് തരുമെന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ചില വാക്തത്വങ്ങളെ നോക്കി, ചില പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ ആത്മാർത്ഥതയോടെ മനസ്സു തുറന്ന് പറയുന്നു, നല്ല നിരാശപ്പെടുത്തുന്ന വാക്കുകളെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുക. ചില നെഗറ്റീവുകളെ പുറത്താക്കുക. വിശ്വാസത്തോടെ ചില പ്രഖ്യാപനങ്ങൾ നടത്തുക. ദൈവത്തിന്റെ കരം ശക്തിയോടെ നമുക്ക് വേണ്ടി ചലിക്കും. വളരെ പ്രാർത്ഥനയോടെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന വാഗ്ദത്തത്തെ എത്തിപ്പിടിക്കാനുള്ള വളരെ ഗൗരവത്തോടെ മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് വചനങ്ങൾ അനുഗ്രഹിക്കട്ടെ.